പൈതൃക ടൂറിസം പദ്ധതിയിൽ പറവൂരിനെ അടയാളപ്പെടുത്തുന്ന ഒരു പദ്ധതിയാണ് ഈ മുസിരിസ് വാട്ടർ ടൂറിസം പ്രോജക്റ്റ്. 2015 ഏതാണ്ട് 16ഓളം ബോട്ടുകൾ ആരംഭിച്ച് മുസിരിസ് ടൂറിസ ഹെറിറ്റേജ് പ്രൊജക്ട് ഇപ്പോ ഏതാണ്ട് നിലച്ച മട്ടിലാണ്. ഇപ്പോ ഏതാണ്ട് 4ഓളം ബോട്ടുകൾ മാത്രമാണ് ഇപ്പോ വർക്ക് ചെയ്യുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നൂറുകണക്കിന് ടൂറിസ്റ്റുകൾ ഈ പൈതൃക പദ്ധതികളുമായി ബന്ധപ്പെട്ട് അവർ പഠനാവശ്യാർത്ഥവും അല്ലാതെയൊക്കെ ആയിട്ട് സന്ദർശകർ ഉണ്ടായിരുന്ന ഒരു പ്രൊജക്ട് അധികൃതരുടെ അനാസ്ഥയും ഉത്തരവാദിത്വമില്ലായ്മയും കൊണ്ട് നശിച്ച ഒരു അവസ്ഥയിലേക്ക്, കോടിക്കണക്കിന് രൂപയുടെ ബോട്ടുകളാണ് ഇപ്പോൾ ഈ നശിച്ച അവസ്ഥയിലുള്ളത്. ഇത് നോക്കാൻ ടൂറിസം വകുപ്പോ അല്ലെങ്കിൽ മുസിരിസ് പദ്ധതി ഉദ്യോഗസ്ഥരോ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെ പരാതി. ഇത് എത്രയും പെട്ടെന്ന് പറവൂരിനെ സംബന്ധിച്ചിടത്തോളം ഇത് ടൂറിസം മേഖലയിൽ അടയാളപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്താവുന്ന ഒരു പദ്ധതി കൂടിയാണ് ഇത്. കാലത്ത് തുടങ്ങി 6 മണി തുടങ്ങി വൈകുന്നേരം ഒരു 12-1 മണി വരെയാണ് ഇവിടെ ആൾക്കാരെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള വിശാലമായ ലൈറ്റും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ബോട്ട് സർവീസ് നിശ്ചലമായിരിക്കുന്ന സമയമാണ്. 15ഓളം ബോട്ടുകൾ ഇവിടെ ഉണ്ടായിട്ട് ഇപ്പോൾ ഒറ്റ ബോട്ടുകളും വർക്ക് ചെയ്യുന്നില്ല. ഉദ്യോഗസ്ഥർ ഇവിടെ രാവിലെ വരും, അവരവരുടേതായ കാര്യം നോക്കി അവരങ്ങോട്ട് പോകുന്നു. ഇതാണ് ഇവിടെ സ്ഥിതി. പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലം കൂടിയായിട്ട് പോലും ഈ ബിസിനസ് ടൂറിസത്തെ തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥയാണ് കാണുന്നത്. പറവൂർ നഗരസഭയെ അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ മറ്റു വരുമാന മാർഗങ്ങളൊന്നും ഇല്ലാത്ത ഒരു നഗരസഭയാണ് പറവൂർ മുനിസിപ്പാലിറ്റി. ഇവർക്ക് ഈ ടൂറിസം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് മുസിരിസിന്റെ ഒരു പ്രധാന കേന്ദ്രം ഏറ്റവും അടുത്താണ് മുസിരിസ് പട്ടണം എന്നത്. അതിന്റെ ഒരു പ്രധാന നഗരം എന്നുള്ളത് കൊടുങ്ങല്ലൂരിനേക്കാൾ വളരെ പ്രാധാന്യത്തോടു കൂടി എയർപോർട്ടിൽ നിന്നും അല്ലെങ്കിൽ കൊച്ചി കേന്ദ്രീകരിച്ച് ടൂറിസ്റ്റുകളെ ആകർഷിക്കുവാനും ഇവിടെ ഒരു നഗര വികസന പദ്ധതി, ഒരു ടൂറിസമായി ആസൂത്രണം ചെയ്യുന്ന ഒരു പദ്ധതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നഗരസഭയെ നന്നായി പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒന്നാണ്. പക്ഷേ നഗരസഭാ ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ ഭരണകർത്താക്കളുടെ അനാസ്ഥ ഇതിൽ സ്പഷ്ടമാണ്.